ഹലോ അസ്സാം വലൈക്കും. എന്താണ് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ റെസിപ്പിയല്ല, എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു താള് കറിയാണ്. നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട മഴയാണ് കേട്ടോ. പിന്നെ അപ്പോൾ എൻ്റെ ഉമ്മ നല്ലൊരു തണുപ്പത്ത് താള് കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ താള് ദാദാ തണ്ടും എലിയും മൊത്തത്തിൽ തണ്ടും എലി ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കോ, ഓവർ വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിന്, ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് അമർന്ന് വരും. അപ്പോൾ ബാക്കിയുള്ളതും ഇതിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. താള് നന്നായിട്ട് ആദ്യം കഴുകുക, ഇതേപോലെ അരിയുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെക്കുക. പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് മഞ്ഞൾപ്പൊടി എന്തായാലും ഇടണം. അപ്പോൾ അതും ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് മൂടി വെച്ചിട്ട് അമർത്തി കൊടുക്കുക. ഇത് കുറേ ഉള്ള പോലെ തോന്നും, വെന്ത് കഴിഞ്ഞാൽ ഒരു പിടിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് രണ്ടും എടുക്കുക. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. ഞാൻ ചെടി എടുത്തൊക്കെ ഞാൻ മതി കൊടുക്കും. ഇത് വെന്ത് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ തിളച്ച് വരുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ് ഇതും ഉണക്കമീൻ പൊരിച്ചത്. പിന്നെ നമ്മളെ താള് കറി ഇതാ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് പുളി ഒഴിക്കും കേട്ടോ. കുറച്ച് പുളി ഒഴിച്ചിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്കുക കേട്ടോ. ചതച്ചിട്ടാണ് വറവിടുക വെളിച്ചെണ്ണയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ താള് കറീൻ്റെ ഇത്. ചതച്ചത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് പുളി കാരണം ചില ചേമ്പിൻ്റെ തണ്ട് ചൊറിയും, അതുകൊണ്ടാണ് കുറച്ച് പുളി ഒഴിക്കുന്നത്. ഇപ്പം നിർബന്ധമില്ല, ഈ നല്ല മഴത്ത് ചൊറിയില്ല എന്നാണ് പറയൽ. എന്നാലും നമ്മൾ കുറച്ച് പുളി ഒഴിച്ചു. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ഇനി നമ്മൾ വെളിച്ചെണ്ണ ചൂടായാൽ ഇതാ ചുവന്നമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്
നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മൂക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ താള് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ താള് റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ അതേപോലെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ മഴയല്ലല്ലേ, നമ്മളെ പറമ്പിലെല്ലാം ഉണ്ടാവും. അപ്പോൾ എവിടെയും പോകുമൊന്നും വേണ്ട. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മളെ താളിവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും എൻ്റെ ഉമ്മാൻ്റെ താളുകറി കണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ പിന്നെ അതേപോലെ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നല്ല നാട്ടിലുള്ളവർക്ക് അറിയാം, ഇപ്പോൾ താള് തവര ഇതെല്ലാം വെച്ച് കൂട്ടേണ്ട സമയമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ താളുകറി ഉണക്കൽ പൊരിച്ചത് മുളകും പൊടി ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഈ താളുകറി എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ ബൈ.